നമസ്തേ. അധ്യാത്മരാമായണത്തിൽ ഒരു സംശയമാണ്. അച്ഛനും അമ്മയും മക്കൾക്ക് ഗുരുതുല്യരാണ്. എന്നാൽ അവർ പരസ്പര വിരുദ്ധമായ ആജ്ഞ നൽകിയാൽ, നിർദ്ദേശം നൽകിയാൽ മക്കൾ ആരുടെ വാക്കാണ് പാലിക്കേണ്ടത്? ഇത് മിക്ക കുടുംബങ്ങളിലും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അച്ഛൻ്റെ ഒരു നിലപാടുണ്ടാവും. ആ നിലപാട് പ്രകാരം അങ്ങനെ ചെയ്യരുത് എന്ന് കൽപ്പിക്കുകയാണ്. പക്ഷേ അമ്മയുടെ അഭിപ്രായം അതല്ല, അത് ചെയ്യുന്നത് ശരിയല്ല, അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു. ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് അച്ഛൻ പറയുന്നു, അമ്മ പറയുന്നു പോകണം എന്ന് പറയും. അതുപോലെ വേറെ പല കാര്യങ്ങളും അങ്ങനെ എടുത്താൽ മതി. രണ്ടുപേരും പരസ്പര വിരുദ്ധമായിട്ട് അങ്ങനെ വരുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? അച്ഛനും അമ്മയും, അതായത് മാതാപിത ഗുരു ദൈവം എന്നും പറയും. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങും? ഇതൊക്കെ എന്താ പറയുക, ജീവിതത്തിൽ പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നങ്ങളാണ്. അച്ഛനെ തള്ളാൻ പറ്റുമോ? അമ്മയെ തള്ളാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ അത്തരത്തിലുള്ള പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഏത് രീതിയിലാണ് ആ ഉപദേശം നൽകിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തൻ്റെ മകൻ ഈ ദിവസം, ആ നിശ്ചയിച്ച ദിവസം രാവിലെ കൗസല്യാദേവി പൂജ നടത്തുകയാണ്. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവിയെ പൂജിക്കുകയാണ്. ആ പൂജയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കൗസല്യയുടെ തൊട്ടടുത്ത് സുമിത്രയും ഇരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ വേഗം വനത്തിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിനായിട്ട് വന്നു, അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിലേക്ക് വന്നു. അപ്പോൾ അമ്മയോട് അറിയിക്കണമല്ലോ. അപ്പോൾ അമ്മയെ അങ്ങോട്ട് തിരിഞ്ഞാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ പിന്നാലെ വന്ന് നിന്നു. അവിടെ നോക്കൂ, ഭഗവാൻ കാണിച്ച മിതത്വം, വിളിക്കുകയൊന്നും ചെയ്തില്ല, ഡിസ്റ്റർബ് ചെയ്തില്ല. അപ്പോൾ സുമിത്രയാണ് ആ മകനടുത്ത് വന്ന വിവരം അറിയിക്കുന്നത്. ഉടനെ വേഗം എഴുന്നേറ്റ് മകനെ നോക്കി. പക്ഷെ മകൻ്റെ മുഖത്തൊരു വല്ലാത്തൊരു വിഷമം കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അമ്മ ചിന്തിക്കുന്നത്, രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, എന്താ നീ ഭക്ഷണം കഴിച്ചില്ല, എന്നാൽ വരൂ, ഭക്ഷണം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്, അമ്മേ, ഭക്ഷണം കഴിക്കാൻ എനിക്ക് നേരമില്ല, ഇപ്പോഴത്തന്നെ വനത്തിന് പോകണം എന്ന ആജ്ഞയാണ് അച്ഛൻ എനിക്ക് നൽകിയിരിക്കുന്നത്. അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം മകനെന്ന നിലക്ക് എന്നിൽ നിക്ഷിപ്തവുമാണ്. അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ഉടനെ അതിന് മറുപടി നൽകുകയാണ് കൗസല്യ. ഇത് കേട്ട ഉടനെ മോഹാത്സ്യപ്പെട്ട് വീഴുന്നു കൗസല്യാദേവി. അത് കഴിഞ്ഞ് ഉണർന്നതിന് ശേഷം പറയാണ്, എങ്ങനെ നിനക്ക് പോകാൻ സാധിക്കും? ഇത്രയും വർഷം നീ എൻ്റെ കൂടെ വളർന്നവനാണ്. നിന്നെ നിത്യവും കണ്ടുകൊണ്ടാണ് ഞാനും എൻ്റെ ജീവിതം ഇതുവരെ നയിച്ചത്. നിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ നിൻ്റെ അസാന്നിധ്യത്തിൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു പശു അതിൻ്റെ കുട്ടിയെ അടുത്ത് കണ്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന വേദന നിനക്കറിയോ? അമ്മമാർക്കുണ്ടാവുന്ന, ആ ജന്മം നൽകിയ അമ്മമാർക്കുണ്ടാവുന്ന വേദന അവരെപ്പോഴത് പുറത്ത് പറയില്ല, പക്ഷെ ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുക. അത് നീ മനസ്സിലാക്കണം, അമ്മയുടെ വേദന. അച്ഛനും അമ്മയും ഗുരുതുല്യരാണ്, ശരിയാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ വനത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഗുരുസ്ഥാനമുള്ള അമ്മ കൽപ്പിക്കുന്നു, പോകരുത്, നീ ആരുടെ വാക്കാണ് കേൾക്കുക എന്നുള്ള ചോദ്യം ശ്രീരാമൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ സമയത്താണ് ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുന്നതും ലക്ഷ്മണനെ ഉപദേശിച്ച് സമാധാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ഈ സംശയത്തിന് ഭഗവാൻ മറുപടി നൽകുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അമ്മയോട് പറയണം, അമ്മേ, ജന്മം നൽകി എന്നെ വളർത്തി എന്നും എന്നെ കണ്ടുകൊണ്ടിരുന്നു, പക്ഷേ മരണം വരെ അങ്ങനെ സാധിക്കുമോ? ഒരു മകൻ എന്ന നിലയ്ക്ക് പല ദൗത്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒക്കെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വരില്ലേ? ഒരു മകൻ മരണം, അല്ല ഒരു മകൾ മരണം വരെ അമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു പ്രായം വരെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഓരോ വഴിക്കേക്ക് പോകും.
പിന്നെ എപ്പോഴെങ്കിലും വന്ന് കണ്ടുമുട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ ലോകത്ത് നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള അറിവ് അമ്മയ്ക്കുണ്ടല്ലോ. അമ്മ എന്ത് അത് വിഷമിക്കുന്നത്? ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോന്നിനോടും ബന്ധപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാം. എനിക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്, അതും കൂടി ഇതിൻ്റെ ഈ യാത്രയിൽ നടത്തേണ്ടിയിരിക്കുന്നു. പിന്നെ അച്ഛൻ്റെ കൽപ്പന പാലിക്കുക എന്ന് പറയാൻ കാരണം ഒരു കുടുംബം എന്നൊരു സംവിധാനമാണ്. അതിലൂടെയാണ് നമ്മൾ ജനിക്കുന്നതും വളരുന്നതും മരിക്കുന്നതും. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രായം കൊണ്ടും പിന്നെ മറ്റെല്ലാ പരിഗണന വെച്ച് നോക്കുമ്പോൾ അച്ഛനാണ്, ഗൃഹനാഥനാണ് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ഗൃഹനാഥൻ്റെ പത്നി എന്ന നിലയ്ക്ക് അമ്മ ഗൃഹനാഥയാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ആഗ്രഹം എന്താണ് എന്ന് വെച്ചാൽ അത് നടത്തിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ കടമയും അതുപോലെ പത്നി എന്ന നിലയ്ക്ക് അമ്മയുടെ കടമയുമാണ്. അഭിപ്രായങ്ങൾ പറയാം അമ്മയ്ക്ക്, പക്ഷേ ഒടുവിൽ അച്ഛൻ്റെ ആ തീരുമാനത്തിൽ തന്നെ നിൽക്കണം. ഇല്ലെങ്കിൽ കുടുംബജീവിതം ഛിന്ന ഭിന്നമായി പോകും. കുടുംബജീവിതം അതിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛൻ്റെ വാക്ക് പാലിക്കാനാണ് ഞാൻ പോകുന്നത്, അതുപോലെ അമ്മ ഭർത്താവിൻ്റെ വാക്ക് പാലിക്കാൻ എന്നെ യാത്ര അയക്കണം. അതും അമ്മയുടെ ധർമ്മമാണ്. ആ പാതിവൃത്യത്തോടുകൂടി ഭർത്താവിനെ സേവിക്കണം എന്നൊരു തത്വവും കൂടി നമ്മുടെ ആർഷ സംസ്കാരത്തിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് അമ്മയോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അമ്മ സർവജ്ഞയാണ് എന്നുകൂടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു. സർവജ്ഞയല്ലോ ജനനി കേവലം, എന്നേക്കാൾ എത്രയോ അറിവുള്ളവളല്ലേ, എനിക്ക് ജന്മം നൽകി എന്നെ ആ ശൈശവ അവസ്ഥയിൽ ഒന്നും അറിയാത്ത എന്നെ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അങ്ങ് പരിപാലിച്ചത്. എൻ്റെ ഓരോ അവയവങ്ങൾ വളരുന്നതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടല്ലേ അങ്ങയുടെ ജീവിതവും കൂടി ചിട്ടപ്പെടുത്തിയത്. എനിക്ക് ഭക്ഷണം നൽകിയതിന് ശേഷമല്ലേ അങ്ങ് ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ വളരെ വളരെ ശ്രദ്ധയോടുകൂടിയല്ലേ എന്നെ വളർത്തിയെടുത്തത്. അത് ഏറ്റവും നന്നായിട്ടറിയുന്ന ഒരാളാണ് ഞാൻ. അമ്മയുടെ ആ കരങ്ങളിലൂടെയാണ് ഞാൻ വളരുന്നത്. പക്ഷെ കുടുംബത്തിൽ ഗൃഹനായിക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. ഗൃഹനാഥനുമായിട്ട് യോജിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങൾ തമ്മിൽ പിണങ്ങിപ്പോയാൽ കുട്ടികളായ ഞങ്ങൾ എന്തു ചെയ്യും? ഈ കാര്യം കൂടി അങ്ങ് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആ കുടുംബജീവിതത്തിൻ്റെ മഹത്വമാണ് ഭഗവാൻ പറയുന്നത്. കുട്ടികളുടെ വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാർ ആ ശാരീരിക ബന്ധം നടത്തുന്നതും ജന്മം നൽകുന്നത്. അവർ തമ്മിൽ കലഹമുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളെ ആരാ സംരക്ഷിക്കുക? മറ്റുള്ളവർ സംരക്ഷിക്കുകയോ? ഇല്ല. ആ കുട്ടികൾ വളരുമ്പോൾ അവർക്ക് സ്നേഹവാത്സ്യങ്ങൾ തരേണ്ടവർ രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുമ്പോൾ അവർക്കെങ്ങനെ മാനസികമായ ഒരു ശാന്തി ലഭിക്കും? ആ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ സമൂഹത്തിനെതിരായിട്ട് തിരിയില്ലേ? അവരല്ലേ തീവ്രവാദികളായിട്ടൊക്കെ മാറുന്നത്? കാരണം അവർക്ക് ആ ചെറുപ്പകാലത്ത് അച്ഛനമ്മമാരിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഈ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കരുതൊരു വീട്ടിലും. വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടും പലതും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും ആ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം കുട്ടികൾക്ക് വേണ്ടി കുടുംബജീവിതത്തെ ആ രീതിയിലാണ് അമ്മയെ കാണേണ്ടത്. പിന്നെ 14 കൊല്ലം എന്ന് പറയുന്നത് വളരെ വേഗം പോകും, യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരുമല്ലോ. വന്നു കഴിഞ്ഞാൽ എന്താണ് ആ സമയത്തുള്ള ഉത്തരവാദിത്തം അച്ഛനെ ഏൽപ്പിക്കുന്നത്, അത് നിർവഹിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം, എന്നെ യാത്ര അയക്കണം എന്ന് പറഞ്ഞപ്പോൾ കൗസല്യാദേവിക്ക് ബോധ്യമായി. ഒരു പത്നി എന്ന നിലയ്ക്ക് എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കേണ്ടതുണ്ട്. ഉടനെ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മകൻ വനത്തിൽ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശല്യം രാക്ഷസന്മാരിൽ നിന്നോ മറ്റു ജന്തുക്കളിൽ നിന്നോ ഉണ്ടാകരുതേ, അവനെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മകനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് യാത്ര അയക്കുന്ന ഒരു സന്ദർഭമാണത്. നമസ്തേ.